ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ഈ കയ്യിലുള്ള ഈ കറുത്ത പുള്ളി എന്ന് പറയുന്നത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച മലയാള സാർ അടിച്ച് പൊട്ടിച്ചതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. എൻ്റെ SLC ബുക്കിലായാലും എൻ്റെ മറ്റേത് രേഖകളിലായാലും എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പോൾ ആ അധ്യാപകനുമായിട്ട് ഇന്നും എനിക്കൊരു ആത്മബന്ധവും അറ്റാച്ച്മെന്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും അധ്യാപകൻ ചെറുതായിട്ടൊന്ന് തലോടിയാൽ, ഒന്ന് തല്ലിയാൽ ഉടനെ തന്നെ ബാലാവകാശ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ പരാതി കൊടുക്കുന്ന രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും 10, 9, 8 വിളിച്ച് ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നവരേക്കും സമരം ചെയ്യാൻ തയ്യാറാകുന്ന രക്ഷകർത്താക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറിയ ശിക്ഷകൾ അധ്യാപകർ കൊടുത്താൽ അതിനെ വലിയൊരു കുറ്റമായി കാണാതെ അതിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ചിലപ്പോൾ ആ ഒരു ശിക്ഷയിലൂടെ അവർ മാറ്റി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വിഭാഗമായി മാറുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാനും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞങ്ങളെ പോലുള്ള ഒരുപാട് പേരെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ സാറിന്റെ ഒരു വ്യക്തിപരമായ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് കുട്ടികളോട് പറയുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ വന്ന് നേരിട്ട് പറയാറുണ്ടോ? ഈ കാക്കി പൊതുവേ ഭയമുള്ളത് കൊണ്ട്? അല്ലല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ സാധാരണ ഇപ്പൊ നിയമപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ അത് സ്ത്രീ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ എടുക്കണമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചിലപ്പോൾ അവരോട് പറയുന്നതിനേക്കാളും നന്നായിട്ട് ചിലപ്പോൾ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാൻ വേണ്ടി സാധിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ചിലപ്പോൾ അവർ നല്ല ഓപ്പണായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ഏതെങ്കിലും, ഇപ്പോൾ രക്ഷകർത്താക്കൾ ഏതെങ്കിലും അടിച്ചിട്ട് വരുന്ന JJ ആക്ട് ഇടുന്ന കേസുകളിലായാൽ പോലും, പോക്സോ കേസുകളിലായാൽ പോലും ചിലപ്പോൾ വനിതകളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മളോട് പലപ്പോഴും കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്.